മലയാള ചലച്ചിത്ര സീരിയൽ മേഖലയിൽ 3 പതിറ്റാണ്ടിലേറെയായി സജീവമായി നിൽക്കുന്ന നടിയാണ് സീമാജി നായർ. അഭിനയ പ്രതിഭ എന്നതിലുപരി കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ കാരുണ്യത്തിന്റെ മുഖം കൂടിയാണവർ. നടി ശരണ്യ ശശിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടും അശരണരായ ഒട്ടനവധി ആളുകൾക്ക് വീടും ചികിത്സയും നൽകുന്നതിലും സീമ കാട്ടിയ സന്നദ്ധത അവരെ ജനപ്രിയയാക്കി മാറ്റി. എന്നാൽ അടുത്തിടെ സീമാജി നായർ വാർത്തകളിൽ നിറയുന്നത് അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിലല്ല, മറിച്ച് അവർ ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളുടെയും അതിനെ തുടർന്ന് നേരിടുന്ന കടുത്ത സൈബർ ആക്രമണങ്ങളുടെയും പേരിലാണ്. സീമാജി നായർക്കെതിരെ സൈബർ ആക്രമണങ്ങൾക്ക് വിത്തുപാകിയത് കുറച്ച് നാളുകൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് അവർ പങ്കുവച്ച പോസ്റ്റാണ്. രാഹുലിന്റെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു സീമ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, അത് തെറ്റ് ചെയ്താൽ മാത്രം. ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതണ്ട എന്നതായിരുന്നു സീമയുടെ വാക്കുകൾ. രാഹുൽ നേരിട്ട നീക്കങ്ങളെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന തേജോവധങ്ങളോടാണ് സീമ ഉപമിച്ചത്. ഉമ്മൻചാണ്ടിയോടുള്ള തന്റെ വൈകാരികമായ അടുപ്പവും അദ്ദേഹത്തിന് നേരെ ഉണ്ടായ വ്യക്തിഹത്യകളിൽ തനിക്കുള്ള വിഷമവും സീമ ഈ പോസ്റ്റിലൂടെ പങ്കുവച്ചു. ഇതോടെയാണ് സീമാജി നായർ രാഷ്ട്രീയ നിരീക്ഷകരുടെയും സൈബർ പോരാളികളുടെയും കണ്ണിലെ കരടായി മാറിയത്. കേരള നിയമസഭയിലേക്ക് വിധിയെഴുതിയ ദിനത്തിൽ സീമ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തി. അടുത്ത 5 വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ട നിർണായക ദിനത്തിൽ വോട്ടർമാർക്ക് ഒരു സന്ദേശം നൽകാനാണ് അവർ ശ്രമിച്ചത്. സീമയുടെ പോസ്റ്റിലെ പ്രസക്തമായ ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു: ഇന്ന് കേരളം വിധിയെഴുതുന്ന ദിവസം, അടുത്ത 5 വർഷം ആര് നമ്മളെ മുന്നോട്ട് നയിക്കുമെന്ന് തീരുമാനമെടുക്കുന്ന ദിവസം. കഴിഞ്ഞു പോയതൊന്നും മറക്കാതെ വോട്ടവകാശം രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ടവർ ഒരുപാട് പേർ ഇന്ന് ജനവിധി തേടുന്നു. അവരെല്ലാം ജയിച്ചു വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ധാർഷ്ട്യങ്ങൾക്കും അഹങ്കാരങ്ങൾക്കും ഇന്ന് മറുപടി കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്നാണ് പിന്നെ അത് കൊടുക്കുക? ഈ പോസ്റ്റിലെ ധാർഷ്ട്യം, അഹങ്കാരം എന്നീ വാക്കുകളാണ് സൈബർ പോരാളികളെ ചൊടിപ്പിച്ചത്. ഇന്ന് നിലവിലെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള പരോക്ഷമായ പരാമർശമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇത് തൊട്ടു പിന്നാലെ താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വിമർശനങ്ങളുടെയും പരിഹാസങ്ങളുടെയും പ്രഹരമായി. സാധാരണയായി സെലിബ്രിറ്റികൾ സൈബർ ആക്രമണങ്ങൾ നേരിടുമ്പോൾ മൗനം പാലിക്കുകയോ കമന്റ് ബോക്സ് ഓഫ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ സീമാജി നായർ സ്വീകരിച്ച അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന ശൈലിയാണ്. കമന്റുകൾ പരിഹസിക്കാൻ വന്നവർക്ക് അതേ നാണയത്തിൽ മറുപടി നൽകി അവർ ആരാധകരെ അമ്പരപ്പിച്ചു. മാങ്കൂട്ടം ഇല്ലാതെ പോയല്ലോ, കഷ്ടം എന്നൊരാൾ പരിഹസിച്ചപ്പോൾ സീമ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന മറുപടിയാണ് നൽകിയത്. ധാർഷ്ട്യം, അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചായിരിക്കുമെന്ന് കമന്റ് ചെയ്ത വ്യക്തിയോടാണോ അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്ന കളിയാക്കലിലൂടെ മറുപടിയാണ് സീമ നൽകിയത്. മറ്റൊരു കമന്റിന് ധാർഷ്ട്യം, അഹങ്കാരം, കോഴിത്തരം, പെണ്ണുപിടി എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പറയണം കൊച്ചമ്മ എന്ന് അധിക്ഷേപിച്ചവരോട് അത് കൊടുത്തോളും നിന്റെ പാർട്ടിക്ക് ജനങ്ങൾ എന്നാണ് സീമ തിരിച്ചടിച്ചത്. ഇത്തരത്തിൽ ഓരോ വിമർശനത്തെയും രാഷ്ട്രീയപരമായും വ്യക്തിപരമായും നേരിടാനുള്ള കരുത്ത് തനിക്കുണ്ടെന്ന് സീമ തെളിയിച്ചു. സൈബർ അറ്റാക്ക് വരുന്നത് തേനീച്ചക്കൂട് ഇളകിയതുപോലെയാണെങ്കിലും തന്റെ പ്രസ്താവനകളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അവർ ആവർത്തിച്ചു. സീമാജി നായർ നേരിടുന്ന ഈ സാഹചര്യം കേരളത്തിലെ കലാകാരന്മാർ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെ തുറന്നു കാട്ടുന്നു. കേരളം രാഷ്ട്രീയ പ്രബുദ്ധമാണെന്ന് അവകാശപ്പെടുമ്പോഴും ഒരു കലാകാരി തന്റെ രാഷ്ട്രീയ ചായ്വ് വെളിപ്പെടുത്തിയാൽ അവരെ വ്യക്തിഹത്യ ചെയ്യാനുള്ള പ്രവണത സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു വരികയാണ്. സീമാജി നായർ കോൺഗ്രസ് അനുഭാവിയാണെന്നത് രഹസ്യമല്ല. ഉമ്മൻചാണ്ടിയുടെ വിയോഗ സമയത്തും അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അവർ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ ഒരു കലാകാരി എന്ന നിലയിൽ അവർ ചെയ്യുന്ന സേവനങ്ങളെ പോലും രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ കണ്ട് തരം താഴ്ത്താൻ ശ്രമിക്കുന്നതാണ് സൈബർ ലോകത്ത് കാണുന്നത്. തന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളെയും അവർ നേരിടേണ്ടി വരുന്നുണ്ട്. സീമാജി നായരുടെ പോരാട്ടം കേവലം രാഷ്ട്രീയത്തിനു വേണ്ടിയല്ല, മറിച്ച് തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ളത് കൂടിയാണ്. ഒരു തീക്കുട്ടിയും എന്നെ പേടിപ്പിക്കേണ്ട എന്ന് അവർ പറയുമ്പോൾ അത് സോഷ്യൽ മീഡിയയിലെ അജ്ഞാതരായ സൈബർ ഗുണ്ടകളോടുള്ള വെല്ലുവിളിയാണ്. കലാകാരന്മാർക്ക് സ്വന്തമായി രാഷ്ട്രീയം ഉണ്ടാകാം എന്നും അത് തുറന്നു പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്നും അവർ തന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു തരുന്നു. അമ്മ എന്ന നിലയിലും ഒരു സാമൂഹിക പ്രവർത്തക എന്ന നിലയിലും അവർ നേടിയെടുത്ത ബഹുമാനം തകർക്കാൻ രാഷ്ട്രീയ വിരോധം വെച്ച് പുലർത്തുന്നവർക്ക് സാധിക്കില്ല എന്നത് വലിയൊരു വിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട്. സീമയുടെ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന ഭൂരിഭാഗം കമന്റുകളും അവരെ പിന്തുണയ്ക്കുന്നവരോടാണ്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് തുടരുക, സൈബർ ആക്രമണങ്ങളെ അവഗണിക്കുക എന്നാണ് ഇവർ സീമയ്ക്ക് നൽകുന്ന ഉപദേശം. സീമാജി നായർ എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെയും മറ്റൊരു വശമാണ് ഈ വിവാദങ്ങളിലൂടെ മലയാളി കണ്ടത്. സ്ക്രീനിൽ കരയുന്ന വേഷങ്ങൾ ചെയ്യുന്ന നടിയിൽ നിന്നും ജീവിതത്തിൽ അധിക്ഷേപങ്ങൾക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന കരുത്തുറ്റൊരു സ്ത്രീയിലേക്കുള്ള മാറ്റവും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ നിലപാടുകൾ എന്തുതന്നെ ആയാലും തന്റെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കാനും വിമർശകർക്ക് കൃത്യമായ ഭാഷയിൽ മറുപടി നൽകാനുമുള്ള അവരുടെ ധൈര്യം അഭിനന്ദാർഹമാണ്. മെയ് 4 ഫലം വരുമ്പോൾ രാഷ്ട്രീയമായി ആര് വിജയിച്ചാലും തോറ്റാലും സൈബർ ആക്രമണങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാത്ത സീമാജി നായർ എന്ന പോരാളി ഒരു പുതിയ രാഷ്ട്രീയ ബോധത്തിന്റെ പ്രതീകമായി നിലകൊള്ളും. വരും ദിവസങ്ങളിലും സീമ തന്റെ നിലപാടുകൾ തുടരുമെന്നും അവരെ തളർത്താൻ സൈബർ ആക്രമണങ്ങൾക്ക് കഴിയില്ലെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞു.